പൊതു തെരഞ്ഞെടുപ്പുകളും ഇടക്കാല തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും ചിലപ്പോഴൊക്കെ കാര്യമായ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. ചില പാർട്ടികളുടെയും നേതാക്കളുടെയും ഭാഗ്യജാതകം തിരുത്തുന്നതിന് ഇത് കാരണമായേക്കാം. ഒരുപക്ഷേ ചില നേതാക്കളുടെ ഉയരങ്ങളിലേക്കുള്ള വളർച്ചയ്ക്ക് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാരണമാകാം. ചിലപ്പോഴാകട്ടെ ചില നേതാക്കൾ വിസ്മൃതിയിലേക്ക് മാഞ്ഞു പോവുകയും ചെയ്യും. രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിലും ഇങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇപ്പോൾ നടന്ന മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും മറ്റു ചില ഉപതെരഞ്ഞെടുപ്പുകളും പല സംസ്ഥാനങ്ങളിൽ അത് നടന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ ഇതുപോലെ ചില സൂചനകൾ നൽകുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പായിരിക്കാം വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമാവുക. നമ്മുടെ വയനാടിൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. അവിടെ രാഹുൽ ഗാന്ധി വയനാട് ഒഴിവാക്കാൻ തീരുമാനിച്ചപ്പോൾ പകരം മത്സരിക്കുന്നതിന് സഹോദരി പ്രിയങ്ക ഗാന്ധി വന്നു. വാസ്തവത്തിലൊരു സാധാരണ ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ്. പക്ഷേ അത് അവിടെ നേടിയ വലിയ മുന്നേറ്റം, വലിയ വിജയം പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവിയിൽ കാര്യമായ മാറ്റങ്ങളും ചലനങ്ങളും ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഏറെക്കാലമായിട്ട് പ്രിയങ്ക ഗാന്ധി സജീവ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ട്. ആദ്യ സമയത്തൊക്കെ അവർ പിന്നണിയിലായിരുന്നു. പിന്നീട് കഴിഞ്ഞ 5-8 കൊല്ലമായിട്ട് മുൻനിരയിലേക്ക് വന്നിട്ട് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ടായിരുന്നു, AICC ജനറൽ സെക്രട്ടറിയായും മറ്റും. പക്ഷേ ആദ്യമായിട്ടാണ് അവരൊരു തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മത്സരത്തെ നേരിടുന്നത്. അത് കേരളത്തിലെ വയനാട്ടിൽ ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു. അവിടെ വലിയ അത്ഭുതകരമായ ഒരു നേട്ടമുണ്ടാക്കുന്നതിന് പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചു. അവർക്ക് അനുകൂലമായ ധാരാളം സാഹചര്യങ്ങളുണ്ട്. വയനാടെന്ന് പറയുന്നത് കേരളത്തിൽ UDFൻ്റെ ഏറ്റവും ഉറച്ച ഒരു ലോക്സഭാ മണ്ഡലമാണ്, സംശയമില്ല. അതിൻ്റെ ചരിത്രം അതാണ്. അത് നിലവിൽ വന്നത് മുതൽ UDF അല്ലാതെ മറ്റാരും ഇവിടെ വിജയിച്ചിട്ടില്ല. അതുപോലെയാണ് നെഹ്റു കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ നെഹ്റു ഗാന്ധി കുടുംബത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥി വീണ്ടും വരുന്നു. രാഹുൽ ഗാന്ധി അവിടെ അത്ഭുത വിജയം നേടിയതാണ്. അതിനുശേഷം പ്രിയങ്ക ഗാന്ധി വരുന്നു. ഇതൊക്കെ വളരെ അനുകൂല സാഹചര്യങ്ങളായിരുന്നു പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം. അവരുടെ വിജയം ആരും സംശയിച്ചിട്ടില്ല. ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമേ ഒരു കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെ 7% പോളിംഗ് കുറഞ്ഞു. അത് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ വലിയ തരംഗമുണ്ടാക്കിയെങ്കിലും 7% പോളിംഗ് കുറഞ്ഞപ്പോൾ അവരുടെ ഭൂരിപക്ഷത്തിന് ഇടിവ് സംഭവിക്കുമെന്ന് പലരും കണക്ക് കൂട്ടിയതാണ്. പക്ഷേ അതുണ്ടായില്ല. രാഹുൽ ഗാന്ധിയുടെ ആദ്യം മത്സരിച്ചപ്പോൾ കിട്ടിയ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും 2024 അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തേക്കാൾ ഏതാണ്ട് 46,509 വോട്ട് വർദ്ധിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചു. അതൊരു കണക്കുകൂട്ടലുകൾക്ക് അതീതമായിരുന്നു. വാസ്തവത്തിൽ ഇവിടെ ഭൂരിപക്ഷത്തേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മൾ നേരിൽ കണ്ടത്, ഇന്ത്യ കണ്ട് മനസ്സിലാക്കിയത്, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പ്രിയങ്ക ഗാന്ധിക്ക് വയനാടിൻ്റെ ആ മണ്ഡലത്തിൻ്റെ ആകമാനം പ്രിയങ്കരിയായിട്ട് മാറാൻ സാധിച്ചു എന്നുള്ളതാണ്. അവരുടെ പെരുമാറ്റം, അവരുടെ ചിരി, അവർ പ്രവർത്തകരോടും അല്ലെങ്കിൽ വോട്ടർമാരോടും ഇടപെടുന്ന രീതി, അതൊക്കെ ആളുകളുടെയും സംസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെയൊക്കെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളാണ് വാസ്തവത്തിൽ നിറച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അവരുടെ റോൾ മാറുകയാണ്. കോൺഗ്രസിൻ്റെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ നിന്ന് അവരിപ്പോൾ ലോക്സഭയിലേക്ക് കടന്നു വരുന്നു. ഇനി പ്രതിപക്ഷ നേതാവും സഹോദരനുമായ രാഹുൽ ഗാന്ധിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് മോദിക്കും BJP സർക്കാരിൻ്റെ നയങ്ങൾക്കുമെതിരെ ഒരു പോരാട്ടം നയിക്കുന്നതിനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരു സാഹചര്യം, അവസരമാണിപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് കൈവന്നിരിക്കുന്നത്. ഇത് ഒരു വലിയ മാറ്റമാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക്, ലോക്സഭയിലേക്ക്. അപ്പോൾ അവരുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും, അവരുടെ പെർഫോമൻസ് ലോക്സഭയിൽ അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് രാജ്യം ഇപ്പോൾ. വയനാട്ടിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തോടെ പ്രിയങ്ക ഗാന്ധിയുടെ മുമ്പിൽ രാഷ്ട്രീയ വളർച്ചയുടെ പുതിയ വാതായനങ്ങൾ തുറക്കുകയാണ്. പാർലമെൻറ്റിലാവുമ്പോൾ അല്ലെങ്കിൽ ലോകസഭയിൽ
ഇരിക്കുമ്പോൾ അവർക്ക് രാജ്യത്തിൻ്റെ കൂടുതൽ ശ്രദ്ധ നേടിയെടുക്കുന്നതിന് സാധിക്കും. കാരണം ഒരു കോൺഗ്രസ് നേതാവായി അല്ലെങ്കിൽ ഒരു പാർട്ടി നേതാവായി ഇരിക്കുന്നതിനേക്കാൾ സഭയിൽ എങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, പെരുമാറുന്നു, വാദിക്കുന്നു എന്നുള്ളത് രാജ്യം ശ്രദ്ധിക്കും, ആളുകൾ ശ്രദ്ധിക്കും. ഒരു പുതിയ റോളാണ് പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം. പ്രിയങ്ക ഇതുവരെ കോൺഗ്രസ് നേതാവ് മാത്രമായിരുന്നു. ഇന്ത്യ സഖ്യത്തിൽ അവർ കാര്യമായ പങ്കാളിത്തം വഹിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ചർച്ചകളിലൊക്കെ അവരുണ്ടായിരുന്നു കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് എന്നതിനപ്പുറത്ത് ഇന്ത്യ സഖ്യത്തിൻ്റെ രൂപവൽക്കരണത്തിൽ ഇനിയിപ്പോൾ ഒരുപക്ഷേ ഇന്ത്യ സഖ്യത്തെ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിലും അവർക്കൊരു പ്രധാനപ്പെട്ട റോള് കൈവന്നാൽ അത്ഭുതപ്പെടാനില്ല. കാരണം നമുക്കറിയാം രാഹുൽ ഗാന്ധി ആശയപരമായിട്ട് ചില പിടിവാശികളൊക്കെയുള്ള ആളാണ്. ഒരുപക്ഷെ അവരെക്കാൾ കൂടുതൽ സഖ്യകക്ഷികളോട് കൂടുതൽ സൗഹൃദ മനോഭാവത്തിൽ തുറന്ന മനസ്സോടെ പെരുമാറുന്നതിന് പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചേക്കാം. അവരുടെ ലോക്സഭയിലെ സാന്നിധ്യം ഇന്ത്യ മുന്നണിയുടെ ഒന്നിച്ചുള്ള പ്രവർത്തനത്തിന്, ഐക്യത്തോടുള്ള പ്രവർത്തനത്തിന് കൂടുതൽ സഹായകരമാകും. അതിൽ സംശയം വേണ്ട. നമുക്കറിയാം ഈ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം, അവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാഡിക്ക് വലിയ തിരിച്ചടി, വൻ പരാജയമാണ് സംഭവിച്ചത്. അതൊരു പക്ഷേ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്കുള്ള പ്രതിച്ഛായയ്ക്ക് അല്പം ഇടിവ് ഉണ്ടാക്കിയേക്കാം. ഇത് രാഷ്ട്രീയമാണ്, യാതൊരു സംശയവുമില്ല. അവിടെയാണ് ആ സന്ദർഭത്തിലുണ്ടാകുന്ന ഒരു വിടവ് നികത്താൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കും. ഇന്നിപ്പോൾ നോക്കുക, ഇനി സഖ്യകക്ഷികൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃപാടവത്തെക്കുറിച്ചൊരു സംശയമുണ്ടായാൽ, അങ്ങനെ സംഭവിക്കുന്നു എന്നിരിക്കട്ടെ, പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ സ്വാധീനമുള്ള മറ്റൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ ഇന്നില്ല. കാരണം മറ്റ് സഖ്യകക്ഷികളിലായാലും കോൺഗ്രസ്സിലായാലും അങ്ങനെ ഒരാളില്ല. ഇപ്പോൾ യു പിയിൽ നിന്നുള്ള അഖിലേഷ് യാദവ് SP നേതാവ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വാധീനം യു പിയിൽ ഒതുങ്ങുന്നതാണ്. അതുപോലെയാണ് മമതാ ബാനർജി. ബംഗാളിനപ്പുറത്തേക്ക് അവർക്ക് ആളുകളെ സ്വാധീനിക്കാൻ സാധിക്കില്ല. നമ്മൾ സ്റ്റാലിൻ്റെ കാര്യം, തമിഴ്നാടിൻ്റെ അപ്പുറത്ത് അദ്ദേഹത്തിന് ഒരു സ്വാധീന വലയമില്ല. അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ സ്വഭാവമുള്ള ഏക പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും രാഹുൽ ഗാന്ധിയുടെ നേതൃപാടവത്തെക്കുറിച്ച് നേരിയ സംശയങ്ങളും ഉണ്ടായാൽ അവരൊരുപക്ഷെ ശ്രദ്ധ തിരിക്കുക പ്രിയങ്ക ഗാന്ധിയിലേക്കായിരിക്കും. വരാനിരിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയം, ചിലപ്പോൾ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ നിർണായകമായ പങ്കുകൾ വഹിച്ചേക്കാം. അപ്പോൾ സഹോദരൻ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ഊന്നാനായിട്ട് സാധിക്കും. ചിലപ്പോൾ മറിച്ചുണ്ടാവാം. കോൺഗ്രസിൻ്റെ നേതൃപരമായ ഉത്തരവാദിത്തങ്ങൾ കൂടുതലായി നിർവഹിക്കുന്നതിന് രാഹുൽ ഗാന്ധി മുന്നിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ തയ്യാറാവുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി ഇന്ത്യ സഖ്യത്തിൻ്റെ തലപ്പത്ത് കൂടുതൽ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിച്ചേക്കാം. എന്തായാലും ഇപ്പോൾ ഡൽഹി കേന്ദ്രീകൃതമായി നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയുടെ പങ്ക് അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലെ റോള് ഒരു അഖിലേന്ത്യാ സ്വഭാവത്തിലേക്ക് നീങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വയനാട്ടിൽ അവർ അങ്കുരിപ്പിച്ച ഒരു സ്നേഹ തരംഗമുണ്ടല്ലോ, അല്ലെങ്കിൽ അവർ പടർത്തിയ ആ ഒരു വേവ്സ്, അത് ഇന്ത്യയിലാകമാനം സൃഷ്ടിച്ചെടുക്കുന്നതിന് സാധിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ്സിന് വലിയ പ്രയോജനമുണ്ടാക്കും. അതുപോലെ തന്നെ പ്രിയങ്ക വയനാട്ടിൽ നിന്ന് ജയിച്ചു പോകുന്നത് കേരളത്തിലെ കോൺഗ്രസ്സിനും കൂടുതൽ ഊർജം പകരും. അവരിനി കേരളത്തിലെ കോൺഗ്രസിൻ്റെ കൂടെ നേതാവാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിനെ പ്രതിനിധീകരിച്ചിരുന്നു 5 വർഷം. പക്ഷേ അദ്ദേഹം വല്ലപ്പോഴും വരുന്ന ഒരു സന്ദർശകനായിരുന്നു വാസ്തവത്തിൽ. പക്ഷേ പ്രിയങ്ക ഗാന്ധി അങ്ങനെ ആയിരിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവരവിടെ ഓഫീസിനോട് ചേർന്നൊരു വീട് എടുക്കുന്നതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സഹപ്രവർത്തകർക്ക് താമസിക്കാൻ പറ്റിയ സൗകര്യങ്ങളോട് കൂടിയ ചില പ്രാദേശിക യോഗങ്ങൾ ചേരുന്നതിന് സൗകര്യമുള്ള കോൺഫറൻസുകൾ വിളിച്ചുകൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വീട്. റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടെ ഓഫീസും വീടും അങ്ങനെ ഒരു സംവിധാനമായിരുന്നു. അതുപോലെ ഒന്നാണ്
പ്രിയങ്ക ഗാന്ധി വയനാടിൻ്റെ കാര്യത്തിൽ ആലോചിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യങ്ങളിലും ഇനി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃപരമായ ഒരു പങ്കാളിത്തം ഉണ്ടാകുമെന്നുള്ളത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. നമ്മളിനി മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നോക്കുക. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സത്യത്തിലെ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ഒരു വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. NDAക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുന്ന ഭൂരിപക്ഷം കിട്ടിയില്ല. അവരിപ്പോൾ TDPയുടെയും അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ JDUവിൻ്റെയും പിന്തുണയോടുകൂടിയാണ് ഭരിക്കുന്നത്. അങ്ങനെയാണ് ഭൂരിപക്ഷം തികയ്ക്കുന്നത്. അതൊരു വലിയ തിരിച്ചടിയായിരുന്നു. അങ്ങനെയൊന്നും BJP ഭാവിച്ചില്ലെങ്കിലും അതുപോലെ ഒരു ചർച്ചാ വിഷയം ആക്കാതിരിക്കുന്നതിൽ BJP വിജയിച്ചു. അതൊരു ശരിയാണ്. പക്ഷെ വസ്തുത അതാണ്. പക്ഷെ മഹാരാഷ്ട്രയിലെ ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം അവിശ്വസനീയം എന്ന് പറയാവുന്ന ഈ റിസൾട്ട് BJPക്ക് സത്യം പറഞ്ഞാൽ ഒരു ഊർജ്ജദായകമായ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് മാത്രമാണെങ്കിലും ഇപ്പോൾ ജാർഖണ്ഡിൽ അവർക്ക് പരാജയമാണ് സംഭവിച്ചത്. എക്സിറ്റ് പോളുകൾ മഹാരാഷ്ട്രയ്ക്കൊപ്പം ജാർഖണ്ഡിലും വലിയ നേട്ടം BJPക്കും NDAക്കൊക്കെ പ്രവചിച്ചതാണ്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ 9 സീറ്റ് കൂടുതൽ നേടാൻ അവിടെ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു. പക്ഷേ മഹാരാഷ്ട്ര പോലൊരു സംസ്ഥാനത്ത്, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമെന്നാണ് ആ നഗരം അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് അറിയപ്പെടുന്നത്, അവിടെ ഉണ്ടാക്കിയ ഈ നേട്ടം അത് BJPക്ക് മാത്രമല്ല, മറ്റൊരു നേതാവിൻ്റെ രാഷ്ട്രീയ ഗ്രഹനിലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുക. അത് ദേവേന്ദ്ര ഫഡ്നാവിസാണ്. നേരത്തെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാണ് ഏകനാഥ് ഷിൻഡെയുടെ കീഴിൽ. ഇനി നാളെ അദ്ദേഹം യാതൊരു സംശയവും വേണ്ട മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാവാൻ പോവുകയാണ്. അദ്ദേഹമായിരിക്കുന്ന കാര്യത്തിൽ വലിയ സംശയങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ NDAക്ക് ഉണ്ടായി വലിയ തെരഞ്ഞെടുപ്പ് വിജയം പറഞ്ഞാൽ അവിശ്വസനീയമാണ്. കഴിഞ്ഞ ഏപ്രിൽ 19 മുതൽ മെയ് 20 വരെ ഏതാണ്ട് ഒരു മാസക്കാലം, ആ സമയത്ത് 5 ഘട്ടങ്ങളിലായി നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 48-ൽ 31 സീറ്റും മഹാവികാസ് അഘാടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യമാണ് നേടിയത്. ബഹുഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ വെറും ഒരു 6 മാസത്തിനു ശേഷം അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 80% സീറ്റുകൾ NDA കൈവശപ്പെടുത്തിയിരിക്കുക, അല്ലെങ്കിൽ വിജയിച്ചിരിക്കുകയാണ്. 31 ലോക്സഭാ സീറ്റുകളിൽ ജയിച്ച മഹാവികാസ് അഘാടിക്ക് 50 നിയമസഭാ സീറ്റുകളിൽ വിജയം നേടാനേ സാധിച്ചുള്ളൂ. ഈ അവിശ്വസനീയമായ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് കണക്കാക്കാൻ പ്രയാസമുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഒരു പ്രധാന ക്രെഡിറ്റ് ദേവേന്ദ്ര ഫഡ്നാവിസിനാണ് പോകുന്നത്. മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ ഉണ്ട്, അതുപോലെ തന്നെ അജിത് പവാർ ഉണ്ട്, അവരൊക്കെ കൂട്ടത്തിലുണ്ട്. പക്ഷേ അതിൻ്റെ വലിയ ക്രെഡിറ്റ് പോകുന്നത് ഫഡ്നാവിസിനാണ്. അദ്ദേഹം നടപ്പാക്കിയ തന്ത്രങ്ങളാണ്. ലഡ്കി ബഹിൻ പോലെയുള്ള പുതിയ ക്ഷേമ പദ്ധതികൾ, ഏതാണ്ട് 2.5 കോടി സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ അവരുടെ കൈവശം എത്തിച്ചു കൊടുക്കുന്നൊരു പദ്ധതിയാണ്. ഈ നവംബറിൽ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നറിയാമായിരുന്നത് കൊണ്ട് ആ മാസത്തെ തുക കൂടെ അഡ്വാൻസായിട്ട് മുൻകൂറായിട്ട് ഗവൺമെൻറ് നൽകി. അതൊക്കെ ഈ NDA സഹായിച്ച, അല്ലെങ്കിൽ നിലവിലെ ഭരണത്തെ സഹായിച്ച ഘടകങ്ങളാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ അപ്പുറത്തെ വിദർഭയിൽ നടക്കുന്ന കർഷകരുടെ ആത്മഹത്യകൾ, ആത്മഹത്യകൾ, അങ്ങനെ NDAക്കെതിരായ ഭരണവിരുദ്ധ വികാരമുണ്ടാക്കുന്ന ധാരാളം വസ്തുതകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അവിടെ NDAക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ഫഡ്നാവിസിൻ്റെ രാഷ്ട്രീയ ജാതകം അല്ലെങ്കിൽ ഗ്രഹനില മെച്ചപ്പെടുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ അദ്ദേഹം മുഖ്യമന്ത്രി ആകുമെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മളിനി അറിയേണ്ടത് എപ്പോഴാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. കാരണം ഒരുപക്ഷെ അമിത്ഷായ്ക്കൊപ്പം നിർത്താവുന്ന ഒരു തന്ത്രജ്ഞനായി, രാഷ്ട്രീയ തന്ത്രശാലിയായിട്ട് ഫഡ്നാവിസ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി വളരുകയാണ്. നേരത്തെ തന്നെ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയപരമായ കഴിവുകൾ തെളിയിച്ച ഒരാളാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വിജയം, അത്ഭുതകരമായ, വിസ്മയകരമായ ഈ വിജയം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റേച്ചർ വലിയ തോതിൽ ഉയർത്തിയിരിക്കുക. അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമോ?
നമുക്കത് അറിഞ്ഞുകൂടാ. അദ്ദേഹം BJP-യിലാണ്. അദ്ദേഹം ഡൽഹിയിലേക്ക് വരുന്നത് തടയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം നേതാക്കൾ BJP-യിൽ തന്നെ ഉണ്ടാവും. അദ്ദേഹത്തെ മഹാരാഷ്ട്രയിൽ ഒതുക്കി നിർത്തിക്കളയുമോ അതോ ദേശീയ തലത്തിൽ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ ഉപയോഗപ്പെടുത്തുമോ? മഹാരാഷ്ട്രയിലെ വിജയത്തെപ്പറ്റി BJP പറയുന്നത് അത് നരേന്ദ്രമോദിയുടെ പ്രഭാവം കൊണ്ടുണ്ടായതാണെന്നാണ്. അതുപോലെ തന്നെ ഭിന്നിച്ചു നിന്നാൽ നാശം, ഒന്നിച്ചു നിന്നാൽ കൂടുതൽ സുരക്ഷിതത്വമെന്ന മുദ്രാവാക്യം ഈ തെരഞ്ഞെടുപ്പിൽ അവർ വെച്ചതാണ്. അതിൻ്റെയൊക്കെ ഫലമാണെന്ന് അവർ വളരെ വിനയപൂർവ്വം പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ജാർഖണ്ഡിൽ സംഭവിച്ചില്ല. പ്രധാനമന്ത്രി അവിടെയും പോയതാ, അവിടെയും മുദ്രാവാക്യം ഉണ്ടായിരുന്നു, അവിടെയൊന്നും ഈ പ്രഭാവം ഏറ്റില്ല. അപ്പോൾ ഇവിടെ ഒരുപക്ഷേ ഈ BJP സഖ്യത്തിൻ്റെ വിജയം ഫഡ്നാവിസിൻ്റെ ക്രെഡിറ്റിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ദേശീയ തലത്തിൽ വരണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം. അദ്ദേഹം പോകുമോ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്നുള്ളത് കാത്തിരുന്ന് കാണാനേ പറ്റൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉയർന്നിരിക്കുകയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അടിതെറ്റി വീണത് ശരത് പവാറാണ്. അദ്ദേഹത്തിൻ്റെ NCP-യാണ്. സഹോദര പുത്രനായ അജിത് പവാറിൻ്റെ NCP-ക്ക് 41 സീറ്റ് ലഭിച്ചപ്പോൾ പവാറിൻ്റെ പാർട്ടിക്ക് 10 സീറ്റുകൾ മാത്രമേ കൈവശപ്പെടുത്താൻ സാധിച്ചുള്ളൂ. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഇനിയൊരു ബാല്യമല്ല എന്ന് ഇത് തെളിയിക്കുകയാണ്. മകളായ സുപ്രിയ സുളയാണ് ഇനി NCP-യെ നയിക്കേണ്ടത്. അവർക്ക് അജിത് പവാറിനോട് മല്ലടിച്ച് സ്വന്തം പാർട്ടിയെ ശക്തമായി നിലനിർത്താൻ സാധിക്കുമോ എന്ന കാര്യം സംശയാസ്പദമാണ്. അതുപോലെ തന്നെ ശിവസേന, അത് താക്കറെ കുടുംബത്തിൻ്റെ കുടുംബസ്വത്ത് പോലെയായിരുന്നു. പക്ഷേ അതിൻ്റെ ചരടുകൾ അവർക്ക് നഷ്ടപ്പെടുന്നതാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി നമ്മൾ കണ്ടത്. ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന 57 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിക്ക് വെറും 20 സീറ്റുകൾ മാത്രമാണ് കിട്ടിയത്. ഇതൊക്കെ തെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ ജനവിധി സമ്മാനിക്കുന്ന മാജിക്കാണ്. നമ്മുടെ കയ്യിലെ ചൂണ്ടുവിരലിൽ പതിയുന്ന ആ മഷിയടയാളം സൃഷ്ടിക്കുന്ന മാജിക്.